ഒരു കാലഘട്ടത്തിൽ സമാധാനത്തിനും സന്തോഷത്തിനും ഒക്കെ പേരുകേട്ട ഒരു നാടായിരുന്നു യുകെ. പ്രത്യേകിച്ച് ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ച് വളർന്ന് വന്ന ഒരു ജനത. എന്നാൽ ഇന്ന് സ്ഥിതിഗതികൾ നേരെ കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു. ലണ്ടൻ ഹാസ് ഫാളൻ എന്ന ഒരു സുപ്രസിദ്ധ ഒരു വാചകം അല്ലെങ്കിൽ അതൊരു ചലച്ചിത്രത്തിന്റെ പേര് കൂടിയാണ്. ആ പേരിനെ അനർത്ഥമാക്കുന്ന രീതിയിലാണ് ഇന്ന് ലണ്ടനിലും ഒപ്പം തന്നെ യുകെയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ നമുക്ക് തരുന്ന വിവരങ്ങൾ. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം അവിടെ ആരംഭിച്ച ഒരു കലാപം യുകെയുടെ ഇംഗ്ലണ്ടിന്റെ 13 വർഷത്തെ ഒരു ചരിത്രത്തിനിടയിൽ 13 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രത്തോളം വിപുലമായ ഒരു തോതിലുള്ള ഒരു കലാപം യുകെയിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് 2011 സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു കലാപം ഉണ്ടായിരുന്നു. പക്ഷേ അതിന്റെ കാരണങ്ങളും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും ഒക്കെ ഒരു ഇപ്പോഴത്തെ കലാപത്തിൽ നിന്നും വിഭിന്നമായിട്ടുള്ള ഒരു സ്വഭാവത്തിലുള്ളവരായിരുന്നു. എന്താണ് യുകെ ഈ ഒരു കാലഘട്ടത്തിൽ നേരിടുന്ന യഥാർത്ഥ പ്രശ്നം? ഈ കലാപം ആളിക്കത്തിച്ചത് ആരാണ്? പ്രത്യേകിച്ച് യുകെയിലെ ദേശീയവാദികൾ എന്ന് അവകാശപ്പെടുന്നവർ അല്ലെങ്കിൽ ഒരു ഫാർ റൈറ്റ് ഗ്രൂപ്പും ഒപ്പം തന്നെ അവിടേക്ക് കുടിയേറി വന്നവരും തമ്മിലുള്ള ഒരു കലാപം മൂർച്ഛിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ ആരാണ്? അവരുടെ മോട്ടീവ് എന്താണ്? ഒപ്പം തന്നെ യുകെയിലെ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളെ ഇത്രത്തോളം ഒരു വയലന്റായി വളരെ അഗ്രസീവായി പ്രതികരിക്കുവാൻ അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെ? യുകെ ഗവൺമെന്റ് കാലാകാലങ്ങളായി സ്വീകരിച്ചു പോരുന്ന പ്രത്യേകിച്ചൊരു 2010 ശേഷം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഇമിഗ്രേഷൻ സംബന്ധമായ ആ ഒരു നിലപാട് യുകെയുടെ ഇന്നത്തെ ദാരുണമായ അവസ്ഥയ്ക്ക് എത്രത്തോളം അത് ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് തുടങ്ങിയ വിഷയങ്ങളാണ് ഇന്നത്തെ നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പം ഉള്ളത് ജോജി റോബിൻ. നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം സൗത്ത് പോർട്ടിൽ നിന്നും ആരംഭിച്ച ഒരു പ്രക്ഷോഭം യുകെ മുഴുവൻ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ മുല്ലപ്പൂ വിപ്ലവത്തിന്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഈ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിലൊക്കെ കണ്ട ദൃശ്യങ്ങൾക്ക് സമാനമായിട്ടുള്ള ദൃശ്യങ്ങളാണ് യുകെയുടെ തെരുവുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സമാധാനത്തിനും ഒരു സുന്ദരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിനും ഐക്യത്തിനും ഒക്കെ പേരുകേട്ടതായിരുന്നു യുകെയുടെ വിവിധ ഭാഗങ്ങൾ, ലണ്ടൻ പോലുള്ള ഭാഗങ്ങൾ. പക്ഷെ 2010 ശേഷം കൃത്യമായിട്ടുള്ള ഒരു മാറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. നമുക്കിതിന്റെ ഒരു കാര്യകാരണങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് 2021 യുകെയിൽ അവസാനമായിട്ടൊരു സെൻസസ് നടന്നത്. അതിൽ പറയുന്ന കണക്ക് പ്രകാരം 3.9 മില്യൺ മുസ്ലിം ജനതയാണ് യുകെയിൽ ഉള്ളത്. അതായത് പോപ്പുലേഷന്റെ 6.5%. അത് എന്ന് പറയുന്നത് 1960 ഈ യുകെയിലെ ഒരു മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം 1 ലക്ഷത്തിന് അടുത്തായിരുന്നു. ഒപ്പം തന്നെ 2011 ഇതിനു മുമ്പ് നടന്ന സെൻസസിൽ അവിടുത്തെ മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുന്നത് 2.7 മില്യൺ. അതായത് ഒരു 10 വർഷത്തിനിടെ ഏകദേശം 44% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പ്യൂ റിസർച്ച് സെന്റർ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു പഠനപ്രകാരം 2050 ആകുമ്പോഴേക്കും ഇപ്പോഴത്തെ ഒരു ഇമിഗ്രേഷന്റെ തോത് ഒരു മോഡറേറ്റ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു കഴിഞ്ഞാൽ യുകെയുടെ പോപ്പുലേഷന്റെ 17% മുസ്ലിം ജനസംഖ്യ ആയിരിക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഈ ഗ്രോത്ത് ഓഫ് മുസ്ലിം പോപ്പുലേഷൻ അതും ഈ ഇമിഗ്രേഷനും തമ്മിലുള്ള ബന്ധം എന്താണ്? അതിനെ സാധൂകരിക്കുന്ന ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതായത് പോളിസി എക്സ്ചേഞ്ച് റിപ്പോർട്ട് അൺസെറ്റിൽ ബിലോങ്ങിങ് എ സർവേ ഓഫ് ബ്രിട്ടൻസ് മുസ്ലിം കമ്മ്യൂണിറ്റീസ് 2016 പബ്ലിഷ് ചെയ്ത റിപ്പോർട്ടാണ്. അതിനകത്ത് പറയുന്ന ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു കണക്കുണ്ട്. അതായത് യുകെയിലെ 53% മുസ്ലിംസും യുകെക്ക് പുറത്താണ് ജനിച്ചത്. അവരിൽ 93% ജനങ്ങളുടെയും മാതാപിതാക്കൾ എന്ന് പറയുന്നത് യുകെക്ക് പുറത്താണ് ജനിച്ചത്. അപ്പോൾ തന്നെ നമുക്കറിയാം ഈ 2011 മുതൽ 2021 വരെ യുകെയിലെ ഡെമോഗ്രാഫിക്സിൽ ഉണ്ടായ മാറ്റം, അതിൽ ഇമിഗ്രേഷൻ വഹിക്കുന്ന ഒരു പങ്ക്. നമ്മുടെ ആദ്യത്തെ ഒരു ഡിസ്കഷൻ പോയിന്റ് ഇതാണ്. ഈ യുകെ ഗവൺമെന്റ് കാലാകാലങ്ങളായിട്ട് അവിടെ ഈ കൺസർവേറ്റീവ്സും ഒപ്പം തന്നെ ഈ ലേബർ പാർട്ടിയും പല പാർട്ടികളും ഒക്കെ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. 2011 ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന സംഭവ വികാസങ്ങൾ നമുക്കറിയാം. മുല്ലപ്പൂ വിപ്ലവം, സിറിയയിൽ നിന്ന് ഇറാഖിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം. തുടർന്ന് ഈ ഭരണകൂടം സ്വീകരിച്ച നയങ്ങൾ, അതായത് അതായത് ജനങ്ങളെ സ്വീകരിക്കുക അല്ലെങ്കിൽ വെൽക്കമിങ് മനോഭാവമാണ് യൂറോപ്പിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ആ വെൽക്കമിങ് മനോഭാവത്തിന്റെ മറവിൽ ഭരണകൂടം സ്വീകരിച്ച നയങ്ങൾ അല്ലെങ്കിൽ ഒരു ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കും
എന്നത് നോക്കിക്കാണാതെ സ്വീകരിച്ച നയങ്ങൾ ഇപ്പോഴത്തെ യുകെയുടെ അവസ്ഥയ്ക്ക് എത്രത്തോളം ഒരു ഗുരുതരമായി ഇപ്പോഴത്തെ യുകെനെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സാമുദായിക അല്ലെങ്കിൽ സമാധാന അന്തരീക്ഷത്തെ എത്രത്തോളം ഗുരുതരമായിട്ട് ബാധിച്ചിട്ടുണ്ടാകും? നമ്മൾ ഇതിനെ ഒരു രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ ശരിക്കും പറയും, ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പറയും ഇറാഖിലെ യുദ്ധം, ഇറാനിൽ യുദ്ധം നടന്നാൽ ഇറാന്റെ മാത്രം യുദ്ധമല്ല, അത് മിഡിൽ ഈസ്റ്റിന്റെ യുദ്ധമാണ്. അത് അങ്ങനെ ഇറാന്റെ മാത്രമായിട്ടൊരു യുദ്ധമില്ല. അതുപോലെ ബ്രിട്ടനിൽ ഒരു കലാപം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബ്രിട്ടന്റെ മാത്രം കലാപമല്ല, അത് എൻ്റെ യൂറോപ്പിന്റെ കലാപമാണ്. കാരണം ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് ജസ്റ്റ് നമ്മൾ ശരിക്കും മനസ്സിലാക്കി ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കുടിയേറ്റക്കാരുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ മെയിൻ സ്ട്രീമിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ ഓർക്കുകയാണ്, ഈ കുടിയേറ്റം തുടങ്ങിയ കാലത്ത് അവിടെ നിന്ന് വന്ന ആളുകൾ, അയർലാൻഡിൽ നിന്ന് വന്ന ആളുകൾ നമ്മളോട് പറഞ്ഞ 2 ഇൻസിഡന്റുകൾ ഞാൻ ഓർക്കുകയാണ്. അതിലെ അയർലാൻഡിൽ കൂടെ ഈ പ്രശ്നങ്ങളൊന്നും മെയിൻ സ്ട്രീമിലേക്ക് വരുന്ന കാലഘട്ടമല്ല. അന്ന് ഈ വഴിയിൽ കൂടി നടന്നുപോയ ഒരു ബിഷപ്പിനെ അവിടുന്ന് കുടിയേറ്റക്കാരനായ ഒരു മുസ്ലിം കുട്ടി തടഞ്ഞു നിർത്തി വെച്ചിട്ട് അവൻ പറഞ്ഞു, നിങ്ങളെ കുറച്ചു കാലങ്ങൾക്കുള്ളിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്താക്കും, ഞങ്ങൾ ഇത് പിടിച്ചെടുക്കുമെന്ന് ബിഷപ്പിനോട് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വന്ന ആളുകൾ നമ്മളോട് പറഞ്ഞ അന്നൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മൾ അറിയുന്നേ ഇല്ല, മാധ്യമങ്ങളോടൊന്നും അറിയുന്നില്ല. അതുകൂടാതെ സ്കൂളുകളിൽ ഈ കുടിയേറി വന്ന കുട്ടികൾ അവിടെ തദ്ദേശീയരായ കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയും മതം മാറ്റാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ, അവിടുത്തെ മാതാപിതാക്കൾ വളരെ ഭീതിയോടെ കുട്ടികളെ സ്കൂളിലേക്ക് വിടാൻ ഭയക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ അന്ന് അവിടെ നിന്ന് വരുന്ന ആളുകൾ നമ്മളോട് ഷെയർ ചെയ്ത കാര്യങ്ങളാണ്. അന്ന് പക്ഷേ നമ്മൾ ഈ മെയിൻ സ്ട്രീമിൽ ഇന്ന് ഇത് കേൾക്കാത്തതുകൊണ്ട് ഇതിനെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് കരുതി. പക്ഷെ പിന്നീട് കാലങ്ങൾ കഴിയുന്നതോറും ഇപ്പൊ ഇതായിട്ട് നമ്മൾ ഈ ഒരു കലാപത്തിലേക്ക് അന്ന് അത് ഞാൻ പറഞ്ഞു വന്നത് ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ഇങ്ങനെയുള്ള ഓരോരോ ഇൻസിഡന്റുകളിലൂടെ വളർന്നു വളർന്നു വന്ന് അത് രാജ്യത്തെ മുഴുവൻ പിടിച്ചടക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ജസ്റ്റ് എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് പൊട്ടിപ്പുറപ്പെട്ടു എന്നുള്ളതല്ല. ഒരു കാരണം ഉണ്ടായി, കുറെ കാലത്തെ കാര്യങ്ങൾ വെച്ച് ഇത് പൊട്ടിപ്പുറപ്പെട്ടു. ഇത് തീരാൻ പോകുന്നില്ല. ഇത് നാളെയോ നാളെ കഴിഞ്ഞോ തീരാൻ പോകുന്ന ഒരു കാര്യമല്ല. ഇത് ഈ ബ്രിട്ടനിൽ ഒതുങ്ങി നിൽക്കാൻ പോകുന്നതല്ല. ഇത് എൻ്റെ യൂറോപ്പിനെ മുഴുവൻ വിഴുങ്ങാൻ പോകുന്ന ഒരു സംഗതി തന്നെയാണ്. കാരണം ഈ ഇഷ്യൂ എന്ന് പറയുന്നത് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളുടെ മുഴുവൻ കോർ ഇഷ്യൂ ആയി മാറിയിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സ്പെയിൻ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്, ഫ്രാൻസ് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്, ഇപ്പോൾ ബ്രിട്ടൻ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്, ജർമ്മനി ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. എന്ന് വെച്ചാൽ യൂറോപ്യൻ യൂണിയനിലെ, ഇപ്പൊ ബ്രിട്ടനെ ഒഴിച്ചു നിർത്തിയാൽ യൂറോപ്യൻ യൂണിയനിലെ പോലും ഏറ്റവും പ്രധാനപ്പെട്ട 3 രാജ്യങ്ങൾ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. പക്ഷേ ഇതേ ഇടതുപക്ഷം ഭരിക്കുന്ന ജർമ്മനിയിലാണ് കഴിഞ്ഞ ദിവസം മോസ്കുകൾ അടച്ചുപൂട്ടിയത്. അവിടുത്തെ 51 ഇസ്ലാമിന്റെ അവിടുത്തെ സെന്ററുകളിൽ റെയ്ഡ് നടന്നത്, ഹിസ്ബുള്ളയായിട്ട് ബന്ധമുള്ള റെയ്ഡ് നടന്നത്. ഇത് ഇപ്പോൾ ഇവിടെ ബ്രിട്ടനില് സർക്കാരിന് ഈ പറയുന്ന പോലെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല. ഫാർ എക്സ്ട്രീം റൈറ്റ് വിങ്ങുകൾ, വലതുപക്ഷം, തീവ്ര വലതുപക്ഷം അഴിഞ്ഞാടുകയാണ് ഇവർക്കെതിരെ. മോസ്കുകൾക്കെതിരെ കല്ലെറിയുന്നു, എല്ലാവിധത്തിലുള്ള ആക്രമണം നടക്കുന്നു, കുടിയേറ്റക്കാർക്കെതിരെ വ്യാപകമായ തോതിൽ ആക്രമണം നടക്കുന്നു. പക്ഷെ എന്താണ് ഇതിന്റെ കാരണം? തദ്ദേശീയർ കാണിച്ച വിശാല മനസ്കതയ്ക്കെതിരെ ഈ കുടിയേറി ചെന്ന ആളുകൾ ആസൂത്രിതമായി അവരുടെ ദേശങ്ങൾ പിടിച്ചടക്കുകയും ആ ആളുകളെ അവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയും അവർ താമസിക്കുന്ന ഇടങ്ങളിൽ അവരെ ഞെരുക്കുകയും ചെയ്തതിന്റെ ആത്യന്തികമായ ഫലമാണ് ഇപ്പോൾ ഈ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഇനി ഇതിന്റെ ഫലം എന്തായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുകയാണ് എങ്കിൽ ഈ ഇടതുപക്ഷ ഗവൺമെന്റിന് എത്രത്തോളം ഇതിനെ അടിച്ചമർത്താൻ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ 14% വോട്ടുകളാണ് ഈ തീവ്ര വലതുപക്ഷം അവിടെ നേടിയത്. ഈ തീവ്ര വലതുപക്ഷം അതിന് മുന്നേ നേടിയത് വെറും 2% വോട്ടാണെന്ന് വിചാരിക്കണം. ഈ 2% വോട്ടിൽ നിന്നാണ് ഇതുപോലെ ഈ 14%ലേക്ക് കുതിച്ചുചാട്ടം നടത്തിയത്. ഇപ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷം അധികാരത്തിൽ വന്നെങ്കിലും അവർക്ക് വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 35% എങ്ങാണ്ടേ ഉള്ളൂ, ഇത്രയും ആളുകൾ അധികാരത്തിൽ വന്നെങ്കിലും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് യൂറോപ്പിന്റെ മുഴുവൻ കോർ ഇഷ്യൂ ആയി മാറിയിരിക്കുന്നു. ഇത് ലെഫ്റ്റ് വിങ് ആണെങ്കിലും റൈറ്റ് വിങ് ആണെങ്കിലും ആരാണെങ്കിലും അവരുടെ ആത്യന്തികമായ ലക്ഷ്യം ഭരണം നിലനിർത്തുക എന്നുള്ളതാണ്. ഭരണം നിലനിർത്താനുള്ള കാരണം അതിലേക്ക് എത്തിക്കുന്ന കാരണം ആ വിഷയം മാറിയിരിക്കുന്നു. യൂറോപ്പിന്റെ മൊത്തം വിഷയം മാറിയിരിക്കുന്നു. ഇന്ന് ഈ കുടിയേറ്റത്തെ ആരാണോ കൃത്യമായി അസസ് ചെയ്യുകയും അതിനെതിരെ കൃത്യമായ നിലപാടെടുക്കുകയും ചെയ്യുന്നത്, അവര് അധികാരത്തിലേക്ക് വരുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് യൂറോപ്പിൽ പോപ്പുലിസം എന്ന് പറയുന്ന ദേശീയത വർദ്ധിച്ചിരിക്കുന്നു. അതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ഈ കുടിയേറ്റക്കാരുടെ നിലപാടുകളും കുടിയേറ്റക്കാരുടെ രീതികളും തന്നെയാണ്. നമുക്കറിയാം, ഇറ്റലിയുടെ കാര്യം എടുക്കുക. ഇറ്റലിയിൽ ഫാർ റൈറ്റ്, എക്സ്ട്രീം റൈറ്റ് ആണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. അവർ ഇച്ചിരി മാന്യമായ രീതിയിൽ അവിടെ ഭരിക്കുന്നു, എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും മുസോളിനിയുടെ തത്വങ്ങളെ സ്വന്തം തത്വമായിട്ട് അതിനെ അംഗീകരിക്കുന്ന ഒരു ആൾ അവിടെ അധികാരത്തിൽ ഇരിക്കുക എന്ന് പറയുന്നത് യൂറോപ്പിനെ സംബന്ധിച്ച് ചെറിയ കാര്യമല്ല. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ പേടിയുടെ പേരിലാണ് ഫ്രാൻസിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മരീൻ ലീപ്പനിന്റെ പാർട്ടി അധികാരത്തിൽ വരാതിരിക്കാൻ എല്ലാ ശക്തിയും ഉപയോഗിച്ച് അവിടെ ഇടതുപക്ഷം മുഴുവൻ യോജിച്ചു നിന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇടതുപക്ഷത്തിന്റെയും
നയങ്ങൾ മാറ്റപ്പെടേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു യൂറോപ്പ്. ജർമ്മനിയിലായാലും ഫ്രാൻസിലായാലും ബ്രിട്ടനിലായാലും ഇനി വരുന്ന ഇനി അപ്പുറത്ത് കിടക്കുന്ന എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെതാണെങ്കിലും സെന്റർ റൈറ്റിൻ്റെതാണെങ്കിലും അവരുടെ എല്ലാം നയങ്ങൾ മാറ്റപ്പെടേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇവരെല്ലാവരും ഒരുമിച്ച് ഈ മൈഗ്രേഷനെതിരെയും അതുപോലെ തന്നെ കുടിയേറ്റക്കാരുടെ തോന്നിയവാസങ്ങൾക്കെതിരെയും ഒറ്റക്കെട്ടായി നിൽക്കുകയും നയങ്ങൾ രൂപീകരിക്കുകയും ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഇവർ എത്തിയിരിക്കുകയാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് യൂറോപ്പ് കാണാൻ പോകുന്ന കലാപങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ്. ഇനി അങ്ങോട്ട് യൂറോപ്പ് കത്താൻ പോകുന്നേ ഉള്ളൂ എന്ന് മാത്രമാണ് നമുക്ക് ശരിക്കും പറയാൻ കഴിയുക. അത് കറക്റ്റാണ്. ജോജി, അതിനകത്ത് റോബിൻ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഇത് ഓൾ ഓഫ് എ സഡൻ പൊട്ടിപ്പുറപ്പെട്ട ഒരു കലാപമല്ല. വർഷങ്ങളുടെ നീണ്ട ഒരു പ്ലാനിങ് അതിന്റെ പിന്നിലുണ്ട്. വർഷങ്ങളുടെ നീണ്ട പ്ലാനിങ്. അതിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് UK മാത്രം ഒതുങ്ങി നിൽക്കില്ല. അത് നമുക്കറിയാം. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു ശക്തി അല്ലെങ്കിൽ അതിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് അത് മറ്റു ചില രാജ്യങ്ങളാണ്. അപ്പോൾ വർഷങ്ങൾ നീണ്ട ഒരു പ്ലാനിങ്, അതിന്റെ ഏറ്റവും പാരമ്യത്തിലാണ് ഈ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾ, പൊതുവെ നമുക്കറിയാം, നമ്മൾ സായിപ്പ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലെ ജനങ്ങൾ എന്ന സമാധാനകാംക്ഷികളാണ്, വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നവർ. അത്തരത്തിലുള്ളവർ ഇങ്ങനെ ഒരു കലാപത്തിലേക്ക് ഇറങ്ങിത്തിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരെ അതിന് പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ഗൗരവമേറിയ ഘടകങ്ങൾ. പലരും പറയാറുണ്ട്, അവിടെയുള്ളവരൊക്കെ പറയാറുണ്ട്, ഇപ്പോൾ UK അല്ലെങ്കിൽ ലണ്ടനിലൊക്കെ വന്നിറങ്ങുമ്പോൾ ഒരു ഗൾഫ് രാജ്യത്ത് വന്നിറങ്ങിയ പ്രതീതിയാണെന്ന് പലരും പറയാറുണ്ട്. ഒപ്പം തന്നെ ഈ ഹലാലുമായി ബന്ധപ്പെട്ട ഒരു പാരലൽ എക്കണോമി തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അവിടെ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു. അവരുടെ നികുതി പണം ഉപയോഗിച്ച് ഗവൺമെന്റ് ഈ പറയുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസിനെ, അതായത് ഈ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇംഗ്ലീഷ് ചാനൽ വഴി ബോട്ടിലൂടെയും ഒക്കെ എത്തുന്ന പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദം ശക്തി പ്രാപിച്ച രാജ്യങ്ങളിലെ ജനങ്ങളെ തീറ്റിപ്പോറ്റുന്നു. അവരുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ പലപ്പോഴും ഹനിക്കപ്പെടുന്നു. ഇവരുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സമാകുന്നു. അപ്പോൾ എല്ലാത്തിന്റെയും ഒരു പൊട്ടിത്തെറിയല്ലേ, അല്ലെങ്കിൽ അതിന്റെ ഒരു പാരമ്യമല്ലേ, അതായത് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നീതി നിഷേധത്തിന്റെ ഒരു പാരമ്യത്തിലല്ലേ ഈ ഒരു കലാപം ആക്ച്വലി ഇപ്പോൾ UK പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്? ജോർജി, നമ്മളിവിടെ ഈ ചർച്ച നടത്തുമ്പോൾ സത്യം പറഞ്ഞ ബ്രിട്ടന്റെ കാര്യം വളരെയേറെ സങ്കടമുണ്ട്. കാരണം നമുക്കറിയാം, ഒരു കാലത്ത് ബ്രിട്ടീഷ് ഫ്ലാഗ്, യൂണിയൻ ജാക്ക് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും എന്നാ പറയുക, താഴ്ത്തിക്കെട്ടാത്ത ഒരു പതാകയായിരുന്നു. അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കാത്ത ഒരു രാജ്യം ബ്രിട്ടീഷ് രാജ്യം. നമുക്കറിയാം അല്ലേ, നമ്മുടെ ഇന്ത്യയിലും അതുപോലെ പിന്നെ വ്യത്യസ്തങ്ങളായ ആഫ്രിക്കൻ കൺട്രികളിലും ഏഷ്യൻ കൺട്രികളിലും, അത് ഈവൻ ഈ അമേരിക്ക വരെ ഭരിച്ച ഒരു രാജ്യം. എന്നാൽ ഇന്നത്തെ ബ്രിട്ടന്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണങ്ങൾ അവർ തന്നെ വരുത്തീർത്താണ്. ഞാനത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അവർ തന്നെ അതിന് കാരണക്കാര്. കാരണം നമുക്കറിയാം, ബ്രിട്ടീഷുകാരുടെ ഒരു പോളിസിയായിരുന്നു ഡിവൈഡ് ആൻഡ് റൂൾ. അത് ഇന്ത്യയിൽ അവർ വളരെ ഫലപ്രദമായി ചെയ്തു. അതിന്റെ ഫലമായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടായി. അതിനുശേഷം ഇവിടെ ജോർജ് പറഞ്ഞ പോലെ 1960 അവിടെ ഒരു മിനിമം ലെവലിലുള്ള ഒരു മുസ്ലിം ആ ഒരു പിന്നെ ഇമിഗ്രേഷൻ നടന്നു. പിന്നീട് അങ്ങോട്ട് ഇവരറിയാതെ നമ്പർ അങ്ങോട്ട് വല്ലാതെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അവർ ആദ്യകാലങ്ങളിൽ ഇവരെ കൊണ്ടുപോകാൻ കാരണം ചീപ്പായ ലേബറാണ്. അവരുടെ പല പല പണികളൊക്കെ ചെയ്യാനുള്ള ചീപ്പായ ലേബർ. പക്ഷെ അങ്ങനെ വന്നവർ അവിടെ സെറ്റിലാകുകയും അവരുടെ മക്കൾ പഠിക്കുകയും അവിടുത്തെ ബ്രിട്ടനിലെ സകലവിധ സംവിധാനങ്ങളും ഉപയോഗിച്ച് അവർ പഠിച്ച് വളർന്ന് നന്നായി മാറി അവരവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ അവിടുത്തെ പ്രഗത്ഭരായി മാറി. അങ്ങനെ അവരുടെ മെല്ലെ മെല്ലെ സ്വാധീനം അവിടെ ഉയർന്നു. പിന്നെ നമ്മൾ കാണുന്നത് ചില അജണ്ടകളാണ്. നമുക്കറിയാം, ഇസ്ലാമിക് അജണ്ട നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അവിടെ ഈ മുല്ലപ്പൂ വിപ്ലവത്തോടൊക്കെ അവർ ഉദ്ദേശിക്കുന്നത് ഒരു രീതിയിലുള്ള ഒരു കീഴടക്കൽ തന്നെയാണ്, ഒരു അധിനിവേശമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഡെമോഗ്രഫിക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് 2021 സെൻസസ്. അവിടെ കാണുന്നത് ഏകദേശം ഒരു 3-4% അവരുടെ ആ ഒരു പെർസെന്റേജ് ആയി മാറിക്കഴിഞ്ഞു അല്ലെ. അപ്പം നമുക്കറിയാം, ഒറ്റയടിക്ക് കൂടുതലായി കഴിഞ്ഞു. അപ്പം ഒറ്റയടിക്ക് എന്താ പറയുക, ഒരു ഭയങ്കരമായ രീതിയിലുള്ള ഒരു ഡെമോഗ്രാഫിക് ഗ്രോത്ത് കാണുക നമ്മൾ. അതിന് അവരുടെ മതപരമായ വിശ്വാസങ്ങളും എല്ലാം കാരണമായിട്ടുണ്ട്. പക്ഷേ നമ്മൾ പറയുകയാണെങ്കിൽ സായിപ്പിന് ഇതൊന്നും പെട്ടെന്ന് അങ്ങ് മനസ്സിലായില്ല. അതെന്ന് ഞാൻ പറയാം, ബ്രിട്ടീഷുകാരുടെ ആ ഒരു സ്വഭാവം പറയുകയാണെങ്കിൽ കുറച്ച് ക്രൂരതകൾ നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ, നമ്മൾ ഈ ലോകയെടുത്ത് പഠിക്കുമ്പോൾ അവർ കുറച്ച് ക്രൂരതയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പുറമെ വളരെ സൗമ്യമായിട്ടും സ്നേഹത്തോടെയും പെരുമാറാൻ അവർക്കറിയാം. ഉള്ളിലൊക്കെ കുറച്ച് വിദ്വേഷം വെച്ചാലും പുറമെ വെൽ ആൻഡ് ഗുഡ് എന്നുള്ള ഒരു പെരുമാറുന്നു. അങ്ങനെ പോയ സായിപ്പ് ഇങ്ങനെ ഒരു വലിയ കെണിയിലേക്കാണ് ഈ ഒരു അവസ്ഥ കൊണ്ടത്. പിന്നീട് നമുക്കറിയാം, ഈയിടെ ഞാൻ പറഞ്ഞ ഈ ഋഷി സുനാക്ക് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തെ മന്ത്രിസഭ ഉണ്ടായിരുന്ന ഹോം സെക്രട്ടറി സുവല്ല ബെർമാൻ ഇതിനെക്കുറിച്ച് ഒരു ശക്തമായ വാണിംഗ് കൊടുക്കുന്നുണ്ട്. ആ സ്ത്രീ ശരിക്ക് ഒരു ഇന്ത്യൻ ഒറിജിൻ ആണെങ്കിൽ പോലും ബ്രിട്ടീഷുകാരോട് ഭയങ്കര സ്നേഹമായിരുന്നു. ബ്രിട്ടൻ എന്ന രാജ്യത്തോട് ആ വലിയ സ്നേഹമുള്ള സ്ത്രീ. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഈ പോക്ക് അപകടത്തിലാണ്. ഇവിടെ ഏഷ്യൻ ഗൂൺസ് എന്ന് വെച്ചാൽ ഏഷ്യൻ ഗുണ്ടകൾ സംഘങ്ങൾ വല്ലാതെ ഫോം ചെയ്യപ്പെടുന്നു. അവര് ശുദ്ധവെള്ളക്കാരികളായ സ്ത്രീകളുടെ മക്കളെ, കൊച്ചുകുട്ടികൾ, അതായത് ആംഗ്ലോ സാക്സൺ കമ്മ്യൂണിറ്റിയിലെ കുട്ടികളെ മിസ്യൂസ് ചെയ്യുന്നു, റേപ്പ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങളുടെ ജനസംഖ്യയിൽ ഒരു വലിയ കാര്യമായ ഒരു
കുറവ് വരുത്താനുള്ള ശ്രമം ഉണ്ടാകുന്നുണ്ട്, നിങ്ങൾ നശിക്കപ്പെടുന്നു, നിങ്ങളുടെ കൾച്ചർ നശിക്കുന്നു, ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളും വെട്ടിത്തുറന്ന് ആ സ്ത്രീ പറഞ്ഞു. ഒരു പരിധിവരെ ഋഷി സുനാക്കിന് വരെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറഞ്ഞു. വീണ്ടും ആ സ്ത്രീ പറഞ്ഞു, ഈ പ്രോ പാലസ്തീൻ റാലികൾ എന്തുകൊണ്ട് പോലീസ് കൺട്രോൾ ചെയ്യുന്നില്ല, ലക്ഷങ്ങളാണ് അതിൽ ലക്ഷങ്ങൾ പ്രോ പങ്കെടുക്കുന്നത്. പാലസ്തീനേക്കാൾ പ്രോ ഹമാസ് പ്രോ ഹമാസ് വയലന്റ്, ശരിക്കും വയലന്റ് ആയിട്ടുള്ള മോബ്. എന്തുകൊണ്ട് ഈ മോബ്സ് ആർ നോട്ട് കൺട്രോൾഡ്, വളരെ വ്യക്തമായി ചോദിച്ചു. അതിനെതിരെ പാർലമെന്റിൽ ഈ സ്ത്രീക്കെതിരെ തദ്ദേശീയരായ ബ്രിട്ടീഷുകാർ പൊട്ടിത്തെറിച്ചു. അവർ പറഞ്ഞു യു ഷുഡ് കീപ് ദ കൺട്രോൾ എന്നൊക്കെ പറഞ്ഞു. വളരെ യു ഷുഡ് മൈൻഡ് യുവർ വേർഡ്സ്. ഒരു ഏറ്റുമുട്ടൽ പോലെ അങ്ങനെ ഉണ്ടായി. എന്നിട്ടും ഈ സ്ത്രീ ഉള്ള കാര്യങ്ങൾ വളരെ പച്ചയായി വിളിച്ചു പറഞ്ഞു. അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, പാകിസ്ഥാനിൽ നിന്നും സിറിയയിൽ നിന്നും ഇറാനിൽ നിന്നും ഒക്കെ ഉള്ള ഗൂൺസ് അവര് വളരെ പർപ്പസ്ഫുള്ളി ഈ കുട്ടികളെ ബ്രിട്ടീഷ് കുട്ടികളെ ഫോക്കസ് ചെയ്യുകയും അവരുടെ ഒന്നാമത് നമുക്കറിയാം അവിടെ കുടുംബമില്ല, അവിടെ മക്കളുമില്ല, അവരുടെ എണ്ണം വളരെ, അതാണ് വിഷയം. മനസ്സിലാക്കണം എപ്പോഴും ഡെമോഗ്രഫിക് ആ ഒരു ചേഞ്ച് വളരെ വളരെ പ്രധാനമുണ്ട്. ആൾശക്തി വലിയ ശക്തിയാണ്, അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് കേരളത്തിലുള്ള മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ ആ ഒരു രീതിയിൽ പോകുന്ന അവർ ഇതിനെക്കുറിച്ചെല്ലാം വാണിംഗ് കൊടുത്തിട്ട് ഇതൊന്നും ബ്രിട്ടീഷുകാർ കാര്യമായിട്ട് എടുത്തില്ല. അതിന്റെ ഫലമായി ഉണ്ടായത്. പിന്നെ ഞാൻ പറയാണ്, ഇതിന് ഒടുവായ സംഭവവികാസം. ഇപ്പോൾ ജോർജ് പറഞ്ഞു ഇവിടെ ഈ ഹലാൽ ആ രീതിയിലുള്ള ഒരു സമാന്തരമായ എക്കോണമി ശ്രമിക്കുക. അത് മാത്രമല്ല, അവർ പലയിടങ്ങളിലും റോയ് മനസ്സിലാക്കണം, അവർ ശരിയ നിയമം ഇവിടെ പാസ്സാക്കണം ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് ബ്രിട്ടന്റെ റൂള് വേണ്ട, ബ്രിട്ടന്റെ നിയമം വേണ്ട, ഞങ്ങൾക്ക് ആവശ്യം ശരിയ നിയമമാണ്. എന്തൊരു കടന്നു കഴിയാന്ന് പറഞ്ഞു. നമ്മുടെ വല്ലാത്ത ഒരു രാജ്യത്ത് പോയിട്ട് അവരുടെ ഒരു മതപരമായ നിയമം ഇവിടെ വേണമെന്ന് ആവശ്യപ്പെടുന്ന ആ രീതി ബർമിംഗ്ഹാമിലും ലണ്ടനിലും ഒക്കെ, നമുക്ക് ലണ്ടനിലൊക്കെ നല്ല പെർസെന്റേജ് മുസ്ലിംസ് ഉണ്ട്. എനിക്ക് 13 മുസ്ലിംസ് അവിടെ. അപ്പം അങ്ങനെയുള്ള അവസ്ഥകൾ അവർ ശരിയാ നിയമം ആവശ്യപ്പെടുന്നു. അവർ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വാക്കിനെ അവര് മാക്സിമം മുതലെടുത്തുകൊണ്ട് ഈ ബ്രിട്ടീഷുകാരുടെ സംസ്കാരവും അവരുടെ കുടുംബവും അവരുടെ ജീവിതവും അവരുടെ ശൈലികളെല്ലാം തകർക്കാനുള്ള ശ്രമം ഉണ്ടായി. ഒരു രീതിയിലാണ് ബ്രിട്ടനെ ഒരു പിടിക്കാനുള്ള ഒരു ശ്രമം ശരിക്ക് ഒളിഞ്ഞും തെളിഞ്ഞും ഇത്തരം തീവ്രശക്തികൾ പ്രവർത്തിക്കുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ശരിക്കും ഇപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, അവിടെ ഈ ഇടയ്ക്കൊക്കെ നടന്ന ഈ പറയുന്ന ഗ്യാങ് റേപ്പുകൾ, ഗ്രൂമിംഗ് ഗ്യാങ്സ് എന്നൊക്കെ പറയുന്നത്, അവർക്കെതിരെയൊക്കെ ഒരു കൂട്ടരെയൊക്കെ പോലീസ് നിയമത്തിന്റെ വഴിയിൽ തന്നെ ശക്തമായിട്ട് നടപടി എടുക്കുകയുണ്ടായി. അത് തദ്ദേശീയരായിട്ടുള്ള പെൺകുട്ടികളാണ് പലപ്പോഴും ഇതിനകത്ത് ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുള്ള ഒരു ലവ് ജിഹാദിന് സമാനമായിട്ടുള്ള ഒരു അജണ്ട തന്നെയാണ് പലപ്പോഴും തീവ്ര ഇസ്ലാമികവാദികൾ അവിടെ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി അവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ജോജി സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഈ ശരിയ നിയമം. അതായത് ഒരു റിപ്പോർട്ട് അനുസരിച്ച് ബ്രിട്ടനിലെ 40% മുസ്ലിംസും ദേ ആർ ഇൻ ഫേവർ ഓഫ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി ശരിയ ലോ. ഒപ്പം തന്നെ ആയിരക്കണക്കിന് മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ ശരിയ നിയമത്തിലൂടെ അവർക്കിടയിലുള്ള ഡിസ്പ്യൂട്ട്സ് ഒക്കെ പരിഹരിക്കാൻ അവർ ആ ശരിയ നിയമം ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഞാൻ പറയാൻ കാരണം, അതിനകത്ത് രസകരമായിട്ടുള്ളൊരു വസ്തുത എന്ന് പറയുന്നത്, ഇവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇവർ ശരിയ നിയമത്തെ സപ്പോർട്ട് ചെയ്യും, ശരിയ നിയമത്തിലൂടെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ നോക്കും. പക്ഷേ ഒരു ഇലക്ഷൻ വരുമ്പോഴാണ് ഇവരുടെ അജണ്ട പുറത്തു വരുന്നത്. ഇലക്ഷൻ വരുമ്പോൾ ഒരു കൂട്ടമായി ഡെമോക്രാറ്റിക് പ്രോസസ്സിലേക്ക് ഇവർ ഇൻവോൾവ് ചെയ്യും, കൂട്ടമായിട്ട് തന്നെ ഒരു വോട്ടിംഗ്. അത് ജനാധിപത്യ പ്രക്രിയയോടുള്ള ഒരു സ്നേഹം കൊണ്ടല്ല എന്നാണ് പലരും ആരോപിക്കുന്നത്. അതായത് അവിടെ അവർക്ക് അനുഭാവമുള്ള അല്ലെങ്കിൽ ഈ തീവ്ര ഇസ്ലാമികവാദത്തെ പിന്തുണയ്ക്കുന്നവർ അധികാരത്തിൽ വരണം എന്ന അജണ്ടയോടുകൂടി ഈ ഇലക്ഷൻ വരുമ്പോൾ ജനാധിപത്യ പ്രക്രിയ, അല്ലാത്ത സമയത്ത് ശരിയ നിയമം എന്ന രീതിയിലേക്ക് പലരും അതിന്റെ ഒരു അപ്രോച്ച് എടുക്കുന്നുണ്ട്. അതിന്റെ ഒരു കേസ് സ്റ്റഡി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഈ ലണ്ടൻ മേയർ ഈ സാദിഖ് ഖാൻ ഏകദേശം 3-ാം തവണയാണ് അദ്ദേഹം ഈ കഴിഞ്ഞ മെയ്യിൽ വീണ്ടും ലണ്ടന്റെ മേയറായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. നമ്മളത് എന്തുകൊണ്ട് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ആഴത്തിൽ പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, അന്ന് അവിടെ ഉണ്ടായ ഇലക്ഷൻ ടേൺ ഔട്ട് എന്ന് പറയുന്നത് വെറും 40% മാത്രമാണ്. 40% മാത്രമാണ് അവിടുത്തെ അന്നത്തെ ഇലക്ഷൻ ടേൺ ഔട്ട്. അതിൽ തന്നെ 43.8% വോട്ട് ഷെയർ ഈ പറയുന്ന സാധിക്കാനുണ്ടായി. എതിർ പാർട്ടിയിലെ സ്ഥാനാർത്ഥി, കൺസർവേറ്റീവ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി സൂസൻ ഹാളിനെ വെറും 32.7%. നമുക്ക് അവിടെ നിന്ന് ലഭിച്ച റിപ്പോർട്ടുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു നിസ്സംഗത മനോഭാവം തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഈ ഇലക്ഷൻ നടക്കുമ്പോൾ, ഇത്തരത്തിലുള്ള ജനാധിപത്യ പ്രക്രിയകളൊക്കെ നടക്കുമ്പോൾ പോയി വോട്ട് ചെയ്യത്തില്ല. എന്തിനാ വോട്ട് ചെയ്യുന്നത്? ഡെമോക്രാറ്റിക് പ്രോസസ്. പക്ഷെ മറു സൈഡിൽ ഇവർ കൂട്ടമായി വന്ന് വോട്ട് ചെയ്യുന്നു. തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം അവിടെ നടപ്പാകുന്നു. അതിനുശേഷം പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളിലും ഈ പറയുന്ന ശരിയ നിയമത്തെ ആശ്രയിക്കുന്നു, അല്ലെ? അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഈ ബ്രിട്ടീഷിലെ തദ്ദേശീയ ജനതയ്ക്ക് വലിയൊരു അബദ്ധം സംഭവിച്ചില്ലേ? അതിന്റെ ഒക്കെ ഒരു ഫലമല്ലേ ശരിക്കും ഇപ്പം ഈ പറയുന്ന ലണ്ടനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, യുകെയുടെ വിവിധ ഭാഗങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിനെ നമ്മൾ മറ്റൊരു രീതിയിൽ വിലയിരുത്തുകയാണെങ്കിൽ, ഈ രണ്ട് സംസ്കാരങ്ങൾ, ബ്രിട്ടന്റെ സംസ്കാരവും ഈ കുടിയേറി വരുന്ന സംസ്കാരങ്ങളും തമ്മിൽ, രണ്ട് സംസ്കാരവും തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. മറ്റവരെ സംബന്ധിച്ച് അവരുടെ സംസ്കാരം എന്ന് പറയുന്നത്
ഈ ശരിയാലോയും ഇതുപോലുള്ള നിയമങ്ങളും അതിൻ്റെ ഉള്ളിൽ കൂടി വളർന്നു വന്ന് അങ്ങനെ ഒരു രീതിയാണ് അവരുടേത്. ബ്രിട്ടൻ്റെത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ സംസ്കാരം എന്ന് പറയാമെങ്കിൽ ഒരു സെക്കുലറിലേക്ക് അവർ മാറിയിട്ടുണ്ട്. കംപ്ലീറ്റ്ലി സെക്കുലറിസത്തിലേക്ക് അവർ മാറിയിട്ടുണ്ട്. അപ്പം ഈ കടന്നു വരുന്ന മുസ്ലിംസിനെ സംബന്ധിച്ച്, കുടിയേറി വരുന്ന മുസ്ലിംസിനെ സംബന്ധിച്ച് അവർക്ക് ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു രീതിയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവര് സംഘമായിട്ട് തിരിച്ചും മറ്റവർക്ക് അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും. ഈ കുടിയേറ്റക്കാരെ ഇവർ സ്വീകരിക്കുമ്പോൾ തന്നെ ഈ യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഈ സെക്കുലറിസ്റ്റുകൾ ചിന്തിച്ചിരുന്നത്, ഈ നിരീശ്വരവാദികളും സെക്കുലറിസ്റ്റുകളും ഈ ഇടതുപക്ഷ ഗവൺമെന്റുകളെല്ലാം ചിന്തിച്ചിരുന്നത്, ഇവരുടെ സെക്കുലറിസവും ഇവരുടെ ഈ സംഗതികളെല്ലാം കണ്ടുവച്ചിട്ട് അവര് കമന്നഴിച്ച് വീഴുകയും സെക്കുലറിസിലേക്ക് ഇവിടെ കംപ്ലീറ്റ്ലി മാറ്റപ്പെടുകയും ചെയ്യുമെന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചത്. അവരുടെ മതപരമായ രീതിയിൽ നിലനിൽക്കുകയും അതിനെ സംഘടിതമായി അവിടെ എങ്ങനെ വളർത്താം എന്നതിനെ കുറിച്ച് അവര് ആലോചിച്ച് ഉറപ്പിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇവർ കണ്ടത്. അതിന്റെ കൂടെ തന്നെ ഇവരെ അടിച്ചമർത്തുകയും ചെയ്തു. അവിടെയുള്ള സെക്യുലറിസ്റ്റുകളെ ഇവർ അടിച്ചമർത്തുകയും ചെയ്തു. ഇങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ പലപ്പോഴും ഫ്രാൻസിന്റെ ഒക്കെ മേഖലകളിൽ നിന്നും അവിടെ പറയുന്ന ഞങ്ങളുടെ ക്രിസ്ത്യൻ കൾച്ചറാണ്, ഞങ്ങളുടെ ക്രിസ്ത്യൻ സംസ്കാരമാണെന്നൊക്കെ അവർ എടുത്ത് പറയേണ്ട ഒരു തലത്തിലേക്ക് അത് മാറി എന്നുള്ളതാണ്. കാരണം അതിന്റെ വസ്തുത ഇതാണ്. ഇതിന്റെ കൂടെ പൊളിറ്റിക്കൽ ഇസ്ലാമും കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇവർ ഇവിടെ സംഘടിതമായി പിടിച്ചടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. കാരണം ഇവരുടെ ഈ ഹോമോസെക്സ്വാലിറ്റി, അതുപോലെ തന്നെ 18 വയസ്സ് കഴിഞ്ഞാൽ പിള്ളേർക്ക് പിന്നെ വീട്ടിൽ അവരെ നിർത്തുകയല്ല, അവർ പിന്നെ പുറംചാടി നടക്കുകയാണ് 18 വയസ്സ് കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ ആ രീതിയിലുള്ള സംസ്കാരത്തിലൊക്കെ അവിടെയൊക്കെ ആ ഘട്ടത്തിലൊക്കെ ഈ പിള്ളേരെയൊക്കെ മിസ്യൂസ് ചെയ്യുക, ആളുകളെ മിസ്യൂസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ എളുപ്പമാണ് അവിടെ, വളരെ ഈസിയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അവരുടെ സംസ്കാരവും ഈ സംസ്കാരവും കൂടി വന്നു കഴിയുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം അടിസ്ഥാനപരമായ കാരണമുണ്ടാകുന്നത്. ഇത് ഒരിക്കലും തമ്മിൽ ചേരാനും പോകുന്നില്ല. ഇത് അടിച്ചു തീരുക എന്നുള്ളത് മാത്രമേ ഇതിന്റെ പിന്നിലുള്ള ഒരു കാര്യമുള്ളൂ. ഇതിനും അപ്പുറത്തേക്ക് അവർക്ക് വേറൊരു സൊല്യൂഷൻ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. ജോർജ്, ഇവിടെ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ റോബിൻ പറഞ്ഞു സെക്യുലർ ആ ഒരു സംസ്കാരത്തിലേക്ക് മാറി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. ശരിക്ക് ബ്രിട്ടന് മാത്രമല്ല എൻ്റയർ യൂറോപ്പിന് പറ്റിയ വീഴ്ച അവിടെയാണ്. ശരിക്കും എന്താ സംഭവിച്ചത്? ബ്രിട്ടീഷ് സംസ്കാരവും ബ്രിട്ടന്റെ പൈതൃകവും ബ്രിട്ടന്റെ സ്വഭാവവും ബ്രിട്ടന്റെ പ്രമാണിത്വവും എല്ലാം നഷ്ടപ്പെടാനുള്ള കാരണം ബ്രിട്ടീഷുകാരാക്കിയ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചു. അതാണ് പറയാൻ പറ്റിയത്. കാരണം വെച്ചാൽ ബ്രിട്ടീഷ് സംസ്കാരം എന്നാൽ അത് ശരിക്കത് ക്രൈസ്തവ സംസ്കാരമാണ്. ഞാൻ അതിനെക്കുറിച്ചൊരു ചെറിയൊരു ബ്രീഫിംഗ് പറയുകയാണ്. നമുക്കറിയാം, ഹെൻറി 8 രാജാവിന്റെ കാലത്ത് ഉണ്ടായ ആ ഒരു ഇഷ്യൂ പ്രകാരം കത്തോലിക്ക സഭയുമായിട്ട് ബ്രിട്ടീഷ് സഭ ആ ഒരു ബന്ധം വേർപെടുത്തി. പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്നത്, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, പിന്നീട് നമ്മൾ കാണുന്നത് ബ്രിട്ടന്റെ ആ ഒരു സാമൂഹിക രാഷ്ട്രീയ തലങ്ങളിലുണ്ടായ ഒരു വലിയ ധാർമ്മിക അപജയം നമ്മൾ കാണുന്നത്. വലിയ തകർച്ചയിലേക്ക് പോയി. അങ്ങനെ അവർ വന്നു പോയി. ഇവിടെ റോയും പറഞ്ഞ പോലെ അവര് ഈ സെക്കുലറിസ്റ്റ് കയറി പിടിച്ചു. അത് യൂറോപ്പിനെല്ലാം പറ്റിയാണ്. വെച്ചാൽ മതവും ഭരണവും രാഷ്ട്രീയവും രണ്ടാക്കി മാറ്റി, അല്ലെങ്കിൽ മതത്തിന് വലിയ ഒരു പ്രാധാന്യം മാറ്റി. പക്ഷേ ജോർജ്, അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് സംസ്കാരത്തിൽ, ബ്രിട്ടീഷ് ജനതകളുടെ ജീവിതത്തിൽ ഈ ക്രിസ്ത്യൻ വാല്യൂസ് ഇല്ലെന്നായി, ക്രിസ്തുവിന് സ്ഥാനം ഇല്ലെന്നായി. അതോടുകൂടി ബ്രിട്ടന്റെ നാശവും ആരംഭിച്ചു. ശരിക്കും ഞാൻ പറയാം ജോർജി, ഇനിയിപ്പോ ഫാർ റൈറ്റോ ഫാർ ലെഫ്റ്റോ ഈ സെന്റർ ലെഫ്റ്റോ സെന്റർ റൈറ്റോ ഏത് പാർട്ടി വന്നാലും ശരി, ഇത്തരക്കാരോട് പിടിച്ചിരിക്കാൻ സാധിക്കില്ല. ഞാൻ ഒരിക്കലും ഇവിടെ റോബിൻ പറഞ്ഞ പോലെ ഇത് രണ്ടാണ്ട് ഒരിക്കലും ചേരിയല്ല. ഇപ്പം ബ്രിട്ടനും യൂറോപ്പും ശരിക്കും മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾക്ക് എവിടെയാ പാളിച്ച പറ്റിയത്, എന്താണ് ഞങ്ങൾക്ക് നഷ്ടമായത്, അല്ലെങ്കിൽ ഞങ്ങളാക്കി മാറ്റുന്ന അവസ്ഥ എന്താണ്, അത് തിരിച്ചറിയുക, അവര് ക്രിസ്തുവിലേക്ക് തിരിച്ചു വരിക. അത് മാത്രമാണ് അവർക്കുള്ള ഒരു നിവൃത്തിയുള്ളൂ. ഇപ്പം ഞാൻ പറയാം, വളരെ ഖേദകരമായ ഒരു കാര്യം, പലപ്പോഴും പല രാജ്യങ്ങളും ഇപ്പോഴും അതിനെക്കുറിച്ച് അത്രമാത്രം ബോധവാന്മാരല്ല. അല്ല, ഇത് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടത് ഈ റിച്ചാർഡ് ഡോക്കിൻസ്, ലോകത്തിലെ ഏറ്റവും വലിയ എത്തീസ്റ്റാണ്. അയാള് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. എന്ന് വെച്ചാൽ, ഒരു ക്രിസ്ത്യൻ സംസ്കാരത്തിൽ എത്ര പ്രാവശ്യം ഞാൻ ജീവിച്ചാലും എനിക്ക് ക്രിസ്ത്യൻ സംസ്കാരത്തിൽ ജീവിക്കാനാണ് ആഗ്രഹം എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അവർ എത്തിച്ചേർന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ക്രിസ്തുവിനെ നഷ്ടപ്പെട്ട യൂറോപ്പും ബ്രിട്ടനും ശരിക്ക് ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലെ കളിപ്പകളായി മാറും. അപ്പൊ ഇവിടെ റോബിൻ പറഞ്ഞ പോലെ 16-17 വയസ്സും പെൺകുട്ടികൾക്ക് ഫുൾ ഫ്രീഡമാണ്. എന്തൊക്കെ ഓമന പേരിട്ട് വിളിച്ചാലും സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാക്കാൻ, ധാർമ്മിക അപജയം ഉണ്ടാക്കാൻ അതൊരു വലിയൊരു സാഹചര്യമാണിത്. പേരൻസിനെ അതൊരു റോളുമില്ല. തിരുത്താൻ പോയി കഴിഞ്ഞാൽ പിന്നെ പേരൻസിനെതിരെയാണ്. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് അവിടെ ഈ അബോർഷൻ നിർത്താൻ കഴിയാത്തതിന്റെ കാര്യം ഇതാണ്. കാരണം അവർക്ക് അബോർഷൻ നിർത്തിയിട്ടുള്ള ഒരു ജീവിതത്തെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അമേരിക്കയിൽ ഇവിടെയല്ല. റോബിൻ, അവിടെ സ്കൂളുകളിൽ വരെയും കുട്ടികൾക്ക് ഈ ഒരു രീതിയിലുള്ള ഗർഭനിരോധന മാർഗങ്ങൾ കൊടുത്താണ് അയക്കുന്നത്. അതൊക്കെ കോമൺ ആയ കാര്യമാണത്. നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ഞാൻ പറയും, എന്ത് പറഞ്ഞാലും നമ്മുടെ ഇന്ത്യയുടെ
ഒരു സോഷ്യൽ സെറ്റപ്പ് വെച്ച്, ഒരു സാമൂഹിക അവസ്ഥ വെച്ച് അത്തരം ഒരു അവസ്ഥയൊന്നും ഒരിക്കലും സംജാതമായിട്ടില്ല. നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ചാടിക്കീറി യൂറോപ്പിലേക്ക് പോകുന്നവരും ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ചിന്തിക്കണം. നമ്മുടെ യൂറോപ്പിന്റെ ആ സമ്പത്തും സമൃദ്ധിയും മാത്രമല്ല, ഇത്തരം എന്താ പറയുക, ഇത്തരം മ്ലേച്ഛമായ സംസ്കാരങ്ങൾ കൂടി നമ്മൾ വാരി വിഴുങ്ങുകയോ ഉൾക്കൊള്ളുകയും ചെയ്യാനുള്ള വലിയ സാധ്യതയുണ്ട്. അതൊരു വലിയ അപകടമാണ് താനും. കറക്റ്റാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലേക്ക് വന്നത്, അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഈ ഹലാല് Yeah. ഒരു പാരലൽ എക്കണോമി അവിടെ എങ്ങനെ Yes. ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അതിലൂടെ എങ്ങനെ അധിനിവേശ ശക്തികൾ യൂറോപ്പിനെയും ഒപ്പം തന്നെ UK വിവിധ ഭാഗങ്ങളെയും കീഴടക്കി എന്നൊരു കാര്യം. നമുക്ക് UK നിന്നും പലരും പറയുന്നൊരു റിപ്പോർട്ട് പ്രകാരം, അതായത് പല ഈ പ്രധാനപ്പെട്ട ഫുഡ് ചെയിൻ, നമ്മൾ KFC ഒക്കെ പോലത്തെ Yes, ഫുഡ് yes. ചെയിനിലൊക്കെ ഓൾറെഡി ഹലാൽ മീറ്റ് അല്ലെങ്കിൽ ഹലാൽ പ്രോഡക്റ്റ് മാത്രമാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അതാണ്. ഈ ബ്രിട്ടീഷുകാരുടെയൊക്കെ അല്ലെങ്കിൽ ബ്രിട്ടീഷിലെ തദ്ദേശീയ ജനതയുടെയൊക്കെ അവരുടെ ഭക്ഷണമേശയിലെ മെയിൻ ഒരു വിഭവമാണ് ഈ പോർക്കൊക്കെ എന്ന് പറയുന്നത്. Yes. ആ പോർക്കൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള മൾട്ടി ഇന്റർനാഷണൽ ഫുഡ് ചെയിൻ റെസ്റ്റോറന്റിലൊക്കെ സുലഭമായി അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ അതൊന്നും അവൈലബിൾ അല്ല. കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. മറ്റൊരു കാര്യം കൂടി ഞാൻ പണ്ട് കേട്ട ഒരു സംഭവമാണ്. അതായത് ഇപ്പം ജോജി സൂചിപ്പിച്ചു എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഇമിഗ്രൻസിനെ UK വെൽക്കം ചെയ്തു, അതായത് ചീപ്പ് ലേബർ. Yeah, yeah. അതായത് എന്നാ ഉൾക്കൊള്ളുന്ന ഒരു മനോഭാവം കാരണം ഇവരെ യൂറോപ്പിലേക്ക് ഇവർ ഉൾക്കൊള്ളുന്നു. ഇപ്പൊ ചിലപ്പോ ഒരു ഉദാഹരണം, ഒരു സിനാരിയോ, ഒന്നോ രണ്ടോ ഫാമിലി Yeah. വരുന്നു. അപ്പൊ ആ രണ്ട് ഫാമിലിനെ അവർ ഉൾക്കൊള്ളുന്നു, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യ സമയത്ത് ബ്രിട്ടനിലെ ആ ഒരു ലോക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങളുമായി അനുസരിച്ച് അവർ പൊരുത്തപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഒരു അല്പം കഴിയുമ്പോഴാണ് അവർ പറയുന്നത്, ഓക്കെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഞങ്ങൾക്ക് ഈ ഹലാൽ മീറ്റ് അത്യന്താപേക്ഷിതമാണ്. അപ്പൊ ഹലാൽ മീറ്റ് എന്ന് പറയുമ്പോൾ അത് അറക്കാൻ കൃത്യമായിട്ടും ആ മതത്തിൽപ്പെട്ട ഒരു വ്യക്തി തന്നെ വരണം. ഓക്കെ, അപ്പോൾ ഓക്കെ, കുഴപ്പമില്ല, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആളല്ലേ, അല്ലെങ്കിൽ ചീപ്പ് ലേബർ ലഭിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനം, ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ റിലേറ്റീവ്സിനെ വിളിച്ചോളൂ. അങ്ങനെ ഈ പറയുന്ന ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്ന് ഈ പറയുന്നത് പോലെ ഈ ഇറച്ചി വെട്ടാനും അതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഹലാലിന്റെ മറവിൽ വന്നു. പിന്നെ അവര് കുടുംബക്കാർ വരുന്നു, അവരുടെ ഫാമിലി വരുന്നു, പിന്നെ അവരവിടെ വലിയ രീതിയിലുള്ള ഒരു ജനസംഖ്യ വിസ്ഫോടനം നടത്തുന്നു. ഇതൊരു സിനാരിയോ ആണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ ഹലാൽ എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ എന്താണ് ഇതിൽ അപകടം എന്ന് തോന്നാമെങ്കിലും, പക്ഷേ UK അല്ലെങ്കിൽ യൂറോപ്പിലെയും നിലവിലെ സാഹചര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അത് എത്രത്തോളം അവിടുത്തെ തദ്ദേശീയ ജനതയ്ക്ക് ആ ഒരു പാരലൽ എക്കണോമി എത്രത്തോളം ഒരു ദോഷം ചെയ്തു എന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളുടെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ. ഇത് പറയുമ്പോഴാണ് മറ്റൊരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് നമ്മൾ ശരിക്കും വെക്കേണ്ടത്. ഈ കുടിയേറി വരുന്ന ആളുകളെ സംബന്ധിച്ച്, ഈ യൂറോപ്പിനെ സംബന്ധിച്ച് ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ലേബർ ഇല്ലാതെ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അവരിപ്പം ഇവരെ അടിച്ച് പുറത്താക്കിയാൽ പോലും അവർക്ക് ലേബർ ഉണ്ടാകുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. പക്ഷേ അവിടുത്തെ ഇപ്പോഴത്തെ സാമൂഹിക അവസ്ഥ എന്ന് പറയുന്നത്, അവിടെ 1.49 താഴെയാണ് യൂറോപ്യൻ യൂണിയനിലെ അവിടുത്തെ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും അപകടം. അതാണ് ഏറ്റവും വലിയ അപകടം. അതിനും താഴെയാണ് അവിടുത്തെ തദ്ദേശീയരായ ആളുകളുടെ ഫെർട്ടിലിറ്റി റേറ്റ്. അത് മുന്നോട്ട് പോകുന്നില്ല. അതൊക്കെ ഏറ്റവും മികച്ചു നിൽക്കുന്നതാണ്. അതിനും ഒരുപാട് താഴേക്കാണ് ബാക്കി രാജ്യങ്ങളുടെ അവസ്ഥ വരുന്നത്. എന്നാൽ അവിടെ ഉള്ള മുസ്ലിങ്ങളുടെ ഫെർട്ടിലിറ്റി റേറ്റ് അതിലും കൂടുതലായിട്ട് 2 മേളിലാണ്. ഇനി അവിടുന്ന് കുടിയേറ്റക്കാരുടെ ഫെർട്ടിലിറ്റി റേറ്റ് 3 മുകളിലാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇതിന്റെ ഉള്ളിലെ ഏറ്റവും വലിയ അപകടം യൂറോപ്യൻസ് ഇപ്പൊ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഏറ്റവും ബലവും അത് തന്നെയാണ്. കാരണം ഇവരെ അടിച്ചമർത്താന് ഏറ്റവും സാധ്യമായ കാര്യവും ഇതാണ്. കാരണം ഇവരുടെ ഇവര് ഭയങ്കരമായി പെരുകിക്കൊണ്ടിരിക്കുന്നു, അവർ താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അല്ല റോബിൻ, ഇതാണ് ഞാൻ പറഞ്ഞത്. യൂറോപ്പ് ക്രിസ്തുവിനെ കൈവിട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് അവരുടെ കുടുംബം നഷ്ടമായി. കുടുംബമില്ല, മക്കളില്ല. ഈ സകല രീതിയിലുള്ള എത്തയിസ്റ്റ്, ഇലുമിനാറ്റി, അതുപോലുള്ള മറ്റ് സകല അരാജകത്വമായ സംഘടനകളുടെ എല്ലാ ആശയങ്ങളും അവർ വാരി വിഴുങ്ങി. ഓക്കെ, അത് ക്രിസ്തുവിനെ നഷ്ടപ്പെടുത്തിയപ്പോൾ അവർക്ക് ഈ ഭരിക്കുന്ന അധികാരികൾക്ക് വിവേകം കൂടി സത്യമായ കാര്യമാണിത്. അപ്പൊ അതിന്റെ സംഭവമായിട്ട് സോഷ്യൽ സെറ്റപ്പ് അല്ലെങ്കിൽ ആ സോഷ്യൽ ആയിട്ടുള്ള ആ ഒരു ബാലൻസിങ് അത് കംപ്ലീറ്റ് താറുമാറായിപ്പോയി. ഇപ്പൊ നമ്മൾ എന്താ കാണുന്നത് അവിടെ നമ്മൾ കാണുന്നത് സിംഗിൾ പേരന്റ്, അല്ലെങ്കിൽ എന്നാ പറയാ മാരീഡ് ആയിട്ടുള്ള കപ്പിൾ, അല്ലെങ്കിൽ ചർച്ചിൽ പോയി വിവാഹം കഴിക്കുന്ന ആരുമില്ല. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഒരു സിംഗിൾ പേരന്റ് വളർത്തിക്കൊണ്ട് വരുന്ന കൊച്ചിന് ഒരു ഇമോഷണൽ ബാലൻസ് ഉണ്ടാവുമോ? ഇവിടെ 2 പേരിനോട് കൂടി ഒരുമിച്ച് വളർത്തിയിട്ട് കുട്ടികൾക്ക് ശരിയായ ഒരു ഇമോഷണൽ ബാലൻസ് ഇല്ല. അപ്പോൾ അത് അതിൻ്റെതായ കുറവുകളുണ്ട്. അതുപോലെ തന്നെ അവർ പല രീതിയിലുള്ള മയക്കുമരുന്നിലേക്കും മറ്റു പല രീതി മദ്യത്തിലേക്കും മറ്റു പല രീതിയിലുള്ള എന്താ പറയുക ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസിലേക്ക് അവരെ ഏർപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. അത് ആ സമൂഹത്തിന് തന്നെ
തകർച്ചയായി മാറി. യൂറോപ്പ് തിരിച്ചറിയേണ്ട ഒരു സത്യമാണത്. നമ്മൾ ഇതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ യൂറോപ്പിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു സിവിൽ വാർ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിന്റെ പിന്നിലെ കാരണങ്ങൾ എന്ന് പറയുന്നത് വർഷങ്ങൾ നീണ്ട ഒരു ചരിത്രം അതിന്റെ പിന്നിലുണ്ട്. ഒരു കലാപം എന്ന് പറയുന്നത് ആ ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രതിഭാസമായിട്ട് നാം ഒരിക്കലും കാണരുത്. ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ, ഇസ്ലാമിക ഭീകരവാദികളുടെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ആ ഒരു കലാപത്തിന് പിന്നിലുണ്ട്. അതായത് സമാധാനവും സന്തോഷവും നടമാടിയിരുന്ന ഒരു ദേശത്ത് എങ്ങനെ അസമാധാനം സൃഷ്ടിച്ചു, ആ ഒരു സാമൂഹിക അന്തരീക്ഷം എങ്ങനെ തകർത്തു, സമാധാനപരമായിട്ടുള്ള സാമൂഹിക അന്തരീക്ഷം എങ്ങനെ തകർത്തു, അതിലൂടെ എങ്ങനെ അവർ മുതലെടുക്കുന്നു. ഒപ്പം തന്നെ ഇവരുടെ ഈ പറയുന്ന ഇല്ലീഗലായിട്ടുള്ള ആളുകൾ കുടിയേറി വരുന്ന ഈ പറയുന്ന ദേശങ്ങളിൽ ഇവർ പൊളിറ്റിക്കലി എങ്ങനെ ഇവരൊരു അധിനിവേശം സ്ഥാപിച്ചു. ഞാനൊരു പോയിന്റ് പറയാൻ വിട്ടുപോയി, അതുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞ ലോക്കൽ ഇലക്ഷൻ, അവിടെ UK നടന്ന ലോക്കൽ ഇലക്ഷൻ, മെയിൽ നടന്ന ലോക്കൽ ഇലക്ഷനിൽ നിരവധി ലോക്കൽ കൗൺസിലർമാരുടെ ഇലക്ഷനിലെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഹമാസ് അല്ലെങ്കിൽ പാലസ്തീൻ ഇഷ്യൂ ആയിരുന്നു. അതായത് ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ കമ്പാരിസന് വേണ്ടി പറയുകയാണെങ്കിൽ, നമുക്ക് അടുത്ത വർഷം ഇവിടെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ നടക്കാൻ പോകുന്നു. അപ്പൊ നമ്മുടെ ഒരു വാർഡിലെ ഒരു മെമ്പർ ഈ ഹമാസും പൊക്കിപ്പിടിച്ച് പാലസ്തീനും പൊക്കിപ്പിടിച്ച് നമ്മുടെ അടുത്ത് വോട്ട് ചെയ്യിക്കാൻ എങ്ങനെ വരുന്നു, അതേ സിനാരിയോ തന്നെയാണ് UK പല ഭാഗങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ തദ്ദേശീയരായിട്ടുള്ള പ്രത്യേകിച്ച് ജൂയിഷ് കമ്മ്യൂണിറ്റി ഒക്കെ വളരെയധികം ആശങ്കയിൽ തന്നെയാണ്. ഡെയിലി മെയിലിന്റെ റിപ്പോർട്ട് പ്രകാരം 500ഓളം മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ട കൗൺസിലേഴ്സ് ആണ് UK-യിലുള്ളത്. ഇന്നത്തെ നിലപാട് ഈ ഒരു പ്രോഗ്രാമിന്റെ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്. ഞങ്ങളുടെ ഒരു നിലപാട് ഇതാണ്. UK ഒരു മുന്നറിയിപ്പാണ്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക്, ഒപ്പം തന്നെ ലോകം മുഴുവനിലുമുള്ള ഇസ്ലാമിക തീവ്രവാദത്തെ എതിർക്കുന്ന രാജ്യങ്ങൾക്ക് UK ഒരു മുന്നറിയിപ്പാണ്. പാല് കൊടുത്ത കയ്യിൽ തന്നെ തിരിഞ്ഞ് കൊത്തുന്ന ഒരു പ്രതിഭാസത്തിനാണ് ഇന്ന് UK സാക്ഷ്യം വഹിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ വയലൻസ് അല്ലെങ്കിൽ അക്രമം ഒരു പ്രശ്നത്തിനും ഒരു പരിഹാരമല്ല, അതൊരു ശാശ്വത പരിഹാരമല്ല. പക്ഷേ എന്തുകൊണ്ട് UK-യിലെ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾ, സമാധാനത്തെ സ്നേഹിക്കുന്ന സമാധാന കാംക്ഷികളായിട്ടുള്ള ജനങ്ങൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള അതിതീവ്ര അക്രമ നിലപാടിലേക്ക്, ഒരു വളരെ വലിയ രീതിയിലുള്ള ആന്റി ഇമ്മിഗ്രേഷൻ അല്ലെങ്കിൽ ആന്റി ഇമ്മിഗ്രന്റ് സെന്റിമെന്റിലേക്ക് പോയി എന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. വളരെ നാളുകളായി ഒരു കൂട്ടർ ആസൂത്രണം ചെയ്ത സംഭവ വികാസങ്ങളുടെ ഗൂഢ അജണ്ടയുടെ ഒരു പൊട്ടിത്തെറിയാണ് UK-യിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ UK-യിൽ നടക്കുന്ന ഈ ഒരു സംഭവ വികാസങ്ങൾ യൂറോപ്പിലെ രാജ്യങ്ങളിലെ നേതാക്കൾക്ക് ഒരു പാഠമാകട്ടെ. പ്രത്യേകിച്ച് ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിശക്തമായിട്ടുള്ള ഒരു നിലപാടെടുക്കുവാൻ UK-യിൽ നടക്കുന്ന ഈ കലാപവും അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഈ ആഭ്യന്തര കലാപവും ഒക്കെ അവരെ പ്രേരിപ്പിക്കട്ടെ. ഒപ്പം തന്നെ ഞങ്ങൾ ഈ നിലപാട് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കുവച്ചതുപോലെ ഏറ്റവും ആത്യന്തികമായി അടിസ്ഥാനപരമായിട്ട് യൂറോപ്പ് ചെയ്യേണ്ടത് അതിന്റെ ക്രൈസ്തവ മൂല്യങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നതാണ്. ക്രൈസ്തവ മൂല്യങ്ങളുടെ ഒരു ശോഷണമാണ്, അല്ലെങ്കിൽ ക്രൈസ്തവ മൂല്യങ്ങൾ നശിപ്പിക്കപ്പെട്ടതാണ് യൂറോപ്പിന്റെ ഇന്നത്തെ ഒരു ദുരവസ്ഥയ്ക്ക് കാരണം എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. ഞങ്ങളുടെ ഒരു നിലപാട് ഇതാണ്. യൂറോപ്പ് അതിന്റെ ക്രൈസ്തവ വേരുകളിലേക്ക് തിരിച്ചു വരിക, ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുക. അല്ലെങ്കിൽ യൂറോപ്പിന്റെ ഭാവി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൂറോപ്പിന്റെ ഭാവിയെ അത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ അത് അതീവ ഗുരുതരമായി തന്നെ ബാധിക്കും. ആ ഒരു വിവേകത്തിലേക്ക്, ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാനുള്ള ഒരു ആർജവത്തിലേക്ക് യൂറോപ്പിലെ നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ, ഭരണകൂടങ്ങൾ കടന്നു വരട്ടെ എന്ന വ്യക്തമായിട്ടുള്ള ആശയം, നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.